ഹേയ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതാ രാവിലെ എഴുന്നേറ്റ് നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിതാ കുറച്ചൊരു ഉമ്മറത്തൊക്കെ ഇരുന്നു. പിന്നെ നമ്മളൊരു കട്ടൻ ഇടാൻ വേണ്ടി പോയി. നമ്മളങ്ങനെ അടുക്കളയിൽ പോയി കട്ടനൊക്കെ ഇട്ടു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് റോസ്റ്റാണ്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ബ്രെഡ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നാളെ തലയിലൊക്കെ എണ്ണ ഇട്ടിട്ട് എപ്പോഴും ഇങ്ങനെ മുടിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണുണ്ടോ, എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമില്ല, സ്ട്രൈറ്റനിങ്ങോ ബൊട്ടോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എണ്ണ അധികം തേക്കാറില്ല. പിന്നെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുറച്ചധികം എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം 19-20 മുതൽ തന്നെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ എണ്ണ അധികം തേക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണ തേച്ച് നന്നായി ഇതാക്കി നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു. പിന്നെ രാവിലെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം. അതുകൊണ്ട് ആ ചായ കുറച്ച് നേരം കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് തേങ്ങാ ചമ്മന്തി തേക്കാൻ പെട്ടെന്ന് ഒരാഗ്രഹം വന്ന്. അങ്ങനെ നമ്മൾ തേങ്ങാ ചമ്മന്തി തേക്കാണ്ട് മറുത്ത് പോയിരുന്നിട്ട് ഉള്ളിയൊക്കെ തൊലി കളയായിരുന്നു. അത് കണ്ടപ്പോൾ അത് ഒരാളിങ്ങനെ പാഞ്ഞ് വരികട്ടാ, ഉള്ളി പിടിക്കാൻ വേണ്ടി വരികയാണ് ഉണ്ണി. നമ്മളിങ്ങനെ ഓടി വന്ന് ഉള്ളി പിടിക്കാനുള്ള തന്ത്രപ്പാടാണ്. അപ്പോഴേക്ക് ഞാൻ വേഗത്തൊക്കെ പ്ലേറ്റൊക്കെ അവിടെ നിർത്തുമ്പോൾ കത്തിയും കൂടി ഇരിക്കണതല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ പുറത്ത് ബാക്ക് സൈഡിലാണ്, പറമ്പിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ വേപ്പിൻ്റെ ഇലയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചു. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും ചുവന്നുള്ളിയും പുളിയും മറ്റൽമുളകും ഒക്കെ കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഇട്ട് വഴറ്റി കൂടി നമ്മൾ ചീനച്ചട്ടി എടുത്ത് എണ്ണയൊക്കെ ചൂടാക്കി അധികം ഇട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് നന്നായി വഴറ്റിയെടുത്തു. ഇതുകൊണ്ട് ഉപ്പും കൂടി അപ്പോൾ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായി വഴറ്റി കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മുടെ മിക്സിയുടെ ചെറിയ ഇതെടുത്തിട്ട് നമ്മളതിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായി തണുത്തിട്ടുണ്ടല്ലോ. കടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടിയും കൂടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തു. അതൊക്കെ കൂടി നമ്മൾ അടിച്ചെടുത്തു. അതൊക്കെ മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ മിക്സിയൊക്കെ തുറന്ന് ജസ്റ്റ് നോക്കി കറക്റ്റായിട്ടുണ്ട്. ഒന്നും വെള്ളം നമ്മൾ ഒഴിക്കില്ലല്ലോ പിന്നെ തേങ്ങാ ചമ്മന്തിക്ക്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ഉരുട്ടി, തേങ്ങാ ചമ്മന്തി ഉരുട്ടി വെക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഉരുട്ടി വെച്ചു. പിന്നെ നമ്മൾ വേഗം പോയി ഒന്ന് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. ആണെങ്കിൽ നമുക്ക് ചോറിന് ഈ തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ നല്ല മുതിരപ്പേരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെ അരയ്ക്ക കറി വെച്ചതുണ്ടായിരുന്നു, വറുത്തതുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കൂട്ടി നല്ലൊരു പിടിക്കാമെന്ന് വിചാരിച്ചു. ആ ചോറും അതിക്ക് കുറച്ച് മീൻ കറി ചേർത്ത കുറച്ച് ചോറ്, അത് മുതിരയും പിന്നെ നമ്മുടെ മീൻ കഷ്ണവും ബീഫും ചമ്മന്തിയും എല്ലാം കൂടി എടുത്തിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹെവിയായ ലഞ്ചാണ് കഴിച്ച് നമ്മളൊരു ഗ്ലാസ് നിറഞ്ഞിട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണ്ടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഉണ്ണി പുറത്ത് നിന്നിട്ട് ഭയങ്കര കളിയാണ്. പിന്നെ കുറച്ച് നേരം അവളെയൊക്കെ കളിപ്പിച്ചിരുന്നു. അവളൊക്കെ കളിപ്പിച്ച് നമ്മൾ പോവുകയാണ്. പക്ഷേ അവളുടെ കണ്ണിൽ പെടാണ്ട് വേണം നമ്മൾ പോകാൻ. കാരണം കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയായിരിക്കും, നമ്മൾ കരയിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നൈസായിട്ട് പുറത്തൊക്കെ പോയി. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊന്നുകൂടി വിഷമു. അങ്ങനെ നമ്മളിതാ ഒരു മലബാർ ജംഗ്ഷൻ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി. അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഓക്കെ, ടാറ്റ ബൈ, സീ യു. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.